അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അബൂ യഹ്യ ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരാൾ നബിയോട് പറയും, ഇന്നിന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാക്കിയതുപോലെ എന്നെയും ഉദ്യോഗസ്ഥനാക്കുകയില്ലേ എന്നാണ്. അപ്പോൾ നബി അദ്ദേഹത്തിന് നൽകിയൊരു മറുപടി, എനിക്കു ശേഷം ഉദ്യോഗസ്ഥന്മാരെ സ്വാർത്ഥമതികളായി നിങ്ങൾ കാണും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാനും നിങ്ങളുമായി ഹൗലുൽ കൗസറിൽ വെച്ച് കണ്ടുമുട്ടും വരെയും ക്ഷമിക്കണം, സഹിക്കണം എന്നാണ്. എത്രയോ അർത്ഥവത്തായ ഒരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായത്. ഇന്നിൻ്റെ അവസ്ഥകളിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഉദ്യോഗസ്ഥ തലങ്ങളിൽ എത്തപ്പെടും വരെയും അത് കിട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലും ആഗ്രഹത്തിലും താല്പര്യത്തിലുമൊക്കെയാണ് ആളുകളുള്ളത്. എന്നാൽ ഒരു ഉദ്യോഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരിൽ സ്വാർത്ഥത പടരുകയും താങ്കളുടെ സ്വന്തമായ താല്പര്യങ്ങളെ സാധിപ്പിച്ചെടുക്കുന്നതിനും നേടിയെടുക്കുന്നതിനും ആ ഉദ്യോഗസ്ഥ അവസ്ഥയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉള്ളത്. ആത്മാർത്ഥമായി ലഭ്യമായ ഉദ്യോഗം അത് ഉപയോഗപ്പെടുത്തി ജനസേവനത്തിനായി ഉപയോഗിക്കുവാനും ലഭ്യമാകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് മരണം വരെയും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.